ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പിസ്സ ആയാലോ. നമ്മളിന്ന് പെപ്പറോണി പിസ്സ ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ മൈദയാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ അടുത്ത് മൈദ എടുത്തിട്ടുണ്ടായി. അതിലേക്ക് നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ ഈസ്റ്റും കുറച്ച് പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തും കൂടി ഇട്ടിട്ടാട്ടോ കുഴയ്ക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കുഴച്ച് നല്ല സെറ്റായിട്ട് നമ്മൾ മൂടി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 8-9 മണിക്കൂറോളം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നല്ല പൊങ്ങി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 2 പിസ്സയ്ക്കുള്ളൊരു മാവുണ്ടായിരുന്നു കേട്ടോ ഇത്. നമ്മളൊരു ലാർജ് പിസ്സയും പിന്നെ ഒരു മീഡിയം, ഏകദേശം ഒരു മീഡിയം പിസ്സയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഈ മാവും കൊണ്ട്. അപ്പോൾ ആ പൊങ്ങി വന്നതിന് നമ്മൾ ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ച് നമ്മൾ സെറ്റായിട്ട് പരത്തുക കേട്ടോ. ഇതെന്ത് കൈ വെച്ച് വലിച്ചും വിരിച്ചൊക്കെ എന്തൊക്കെയോ പരത്തണമെന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ആ പാത്രത്തിൽ വെച്ച് പരത്തലാണ് കേട്ടോ. കുറച്ച് കഷ്ടപ്പാടായിരുന്നു ആ പാത്രത്തിൽ വെച്ച് പരത്തൽ. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ പൈനാപ്പിളും സോസേജും കേട്ടോ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ടൊന്ന് വഴറ്റാൻ വേണ്ടി വെച്ചേക്കണേ. നല്ല പഴുത്ത പൈനാപ്പിളാണെങ്കിൽ സോസേജിൻ്റെ കൂടി ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിപ്പം പൈനാപ്പിൾ അത്ര സെറ്റല്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇതുപോലെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാമെന്ന് വെച്ചേ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടൊന്ന് പരത്തി ഒക്കെ സെറ്റാക്കി എടുത്തായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫോർക്കൊക്കെ വെച്ച് നല്ല രീതിക്ക് അങ്ങ് കുത്തുവാണേ. അങ്ങനെ ഫുള്ള് കുത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒഴിക്കുന്നത് പിസ്സ സോസാട്ടോ. പിസ്സ സോസ് നല്ല രീതിക്ക് നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു സ്പൂണൊക്കെ വെച്ചിട്ട് നമ്മൾ ദോശയ്ക്ക് പരത്തുന്ന രീതിക്ക് നല്ല രീതിക്ക് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ പരത്തേൻ്റെ സൈഡിൽ കൂടെ കുറച്ച് കട്ട പോലെ ഇരിക്കുന്നുണ്ടോ, അത് ഈ പാത്രത്തിൽ ഇങ്ങനെ തുളുമ്പി പരത്തണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പരത്തി വന്നപ്പോൾ കുറച്ച് തുളുമ്പിൽ കൂടിപ്പോയി. അതുകൊണ്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞില്ല, സൈഡിലേക്കൊന്ന് ജസ്റ്റ് ഇതാക്കി വെച്ചോളൂ കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ചീസാണ്. നമ്മൾ ചീസ് ബാർ വാങ്ങിച്ചിട്ട് നല്ല രീതിക്ക് ഷ്രെഡ് ചെയ്ത് ഫുൾ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ചീസ് എല്ലായിടത്തും സ്പ്രെഡ് ആക്കിയിട്ട് നമ്മളിപ്പോൾ പെപ്പറോണി ആട്ടോ വെക്കുന്നത്. അങ്ങനെ പെപ്പറോണി എല്ലായിടത്തും വെച്ച് പിന്നെ നമ്മൾ സോസേജും പൈനാപ്പിളും ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എടുത്ത്. അപ്പോൾ ആ വഴറ്റിയ സോസേജും പൈനാപ്പിളും കൂടെ എല്ലായിടത്തേയും കൂടി നമ്മൾ പിന്നെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ഫുള്ള് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു 3 റെഡ് ചില്ലി എടുത്തിട്ടുണ്ടായിരുന്നേ. അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് എല്ലായിടത്തേക്കും കൂടി തൂക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ചേർക്കുന്ന ഒരു ടൊമാറ്റോയുടെ പകുതിയാണ്. ടൊമാറ്റോയുടെ പകുതി നീളത്തിലരിഞ്ഞതും പിന്നെ ഒരു ഒനിയൻ്റെ പകുതി നീളത്തിലരിഞ്ഞതും കൂടെ ആട്ടോ ചേർക്കുന്നത്. നമുക്കത് വട്ടത്തിലരിഞ്ഞതും വെക്കാം, പിന്നെ പെപ്പറോണി വട്ടത്തിലരിക്കൊണ്ട് ഞങ്ങളിവരെ നീളത്തിലാക്കി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ സമയം കൊണ്ട് നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 400 ഡിഗ്രിയിൽ 15 മിനിറ്റ് ആട്ടോ നമ്മളിത് പിസ്സ റെഡിയാവാൻ വേണ്ട സമയം. അപ്പോൾ 15 മിനിറ്റും കൊണ്ട് പിസ്സ ഇവിടെ റെഡിയായി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റെഡി ആയതിനെ നമ്മൾ ഓവനിൽ നിന്ന് അങ്ങ് എടുത്തങ്ങ് മാറ്റുക കേട്ടോ. കണ്ടില്ലേ, ചീസൊക്കെ നല്ല മെൽറ്റായിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കട്ട് ചെയ്യാനുള്ള വീഡിയോ എടുക്കാനൊന്നും എനിക്ക് നടന്നില്ല കേട്ടോ. പിന്നെ എനിക്ക് പെട്ടെന്ന് ഞാൻ പ്ലേറ്റ് എടുക്കാൻ പോയപ്പോഴേക്കും ആളെനിക്ക് കട്ട് ചെയ്ത് കൈ തന്നു. അപ്പോൾ ഞാൻ തന്നെയാട്ടോ ആദ്യം ടേസ്റ്റ് ചെയ്യണത്. സംഭവം അടിപൊളിയായിരുന്നു. ചൂടോടുകൂടി കഴിക്കണമല്ലോ. വായൊക്കെ പൊള്ളി അങ്ങ് പോയായിരുന്നു, എങ്കിലും സാറിൽ അടിപൊളിയായിരുന്നു. സൂപ്പർ.